കർഷകർക്കായി മാറ്റി വെച്ചിട്ടുള്ള ദിവസമാണ് ചിങ്ങം 1 എന്നത്. അതുകൊണ്ട് എന്നാൽ ഉണ്ടായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ നടത്തുന്നതിനാണ് ഇപ്പോൾ കൃഷിവകുപ്പ് ആലോചിച്ചിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത്. കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ച് കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കുന്ന ചടങ്ങ് ലളിതമായി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ചിങ്ങം 1 തീരുമാനിച്ചിരിക്കുന്നത്. ഏറെ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്ന സംസ്ഥാനതല കർഷക ദിന പരിപാടിയും വളരെ ലളിതമായി നടത്തുന്നതിനാണിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പള്ളിച്ചൽ പഞ്ചായത്തിൽ വെച്ചാണ് വിപുലമായ കർഷക കൂട്ടായ്മയോടുകൂടി ബഹുജന സംഗമത്തോടുകൂടി കർഷക ദിനം ആചരിക്കാൻ തീരുമാനിച്ചിരുന്നത്. അതൊഴിവാക്കി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ സംസ്ഥാനതല കർഷക ദിന പരിപാടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കർഷക ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും സംസ്ഥാനതല കാർഷിക അവാർഡുകളുടെ വിതരണം നടത്തുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിനു കൂടി ചിങ്ങം 1 തുടക്കം കുറിക്കുകയാണ്. അത് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആപ്പിൻ്റെ കതിർ മൊബൈൽ സോഫ്റ്റ്വെയറും അതിൻ്റെ മൊബൈൽ ആപ്പും സംസ്ഥാന കർഷക ദിനത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംയോജിത പോർട്ടൽ ഉണ്ടാവുന്നത്. മറ്റ് എവിടെയും ഇത്തരത്തിലേക്കൊരു സംയോജിതമായൊരു പോർട്ടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് അത്തരത്തിലൊന്ന് സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. നവീനമായ കൃഷിരീതികളും നൂതന ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും കാർഷിക മേഖലയിൽ ഉപയോഗിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സർക്കാർ ഇടപെടൽ ശക്തമാക്കിയിട്ടും കാലാവസ്ഥാ വ്യതിയാനവും മറ്റും മൂലമുള്ള പ്രശ്നങ്ങൾ കൃഷിയിടങ്ങളിൽ ശോഷണം സംഭവിക്കുന്നതിലേക്കെല്ലാം എത്തുന്നുണ്ട്. അപ്പോൾ കർഷകൻ്റെ കാർഷിക ഉൽപ്പാദനത്തിലും കർഷകൻ്റെ വരുമാനത്തിലുമെല്ലാം കുറവ് സംഭവിക്കുന്നു എന്നുള്ളത്, മേൽവിരിച്ച കാരണങ്ങളാലൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടുന്ന കർഷകനെ സഹായിക്കാൻ എങ്ങനെയെല്ലാം കഴിയും, അതിനുപകരിക്കുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി അവരിലേക്ക് ആ സഹായങ്ങളെല്ലാം എത്തുക, സമയബന്ധിതമായി എത്തുക എന്നുള്ളതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃഷിവകുപ്പ് ആലോചിക്കുന്നത് കൃഷിവകുപ്പിൻ്റെ സഹായം കർഷകന് കൃഷിയിടത്തിൽ ലഭ്യമാവണം. ഞങ്ങൾ നേരത്തെ സ്മാർട്ട് കൃഷിഭവനെ കുറിച്ചെല്ലാം പറഞ്ഞു. സ്മാർട്ട് കൃഷിഭവൻ എന്നത് കുറച്ച് കമ്പ്യൂട്ടറുകളെല്ലാം സജ്ജീകരിക്കുകയും പേപ്പർലെസ് കടലാസ് രഹിത ഓഫീസുകളാവുകയും മാത്രം ചെയ്യുക എന്നുള്ളതല്ല. സ്മാർട്ട് കൃഷിഭവൻ എന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ ലക്ഷ്യം വെച്ചത് കർഷകന് സേവനം സ്മാർട്ടായി ലഭ്യമാക്കണം എന്നുള്ളതാണ്. കൃഷി ഉദ്യോഗസ്ഥർക്ക് കൂടുതലായി കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയണം. കർഷകന് സേവനം വളരെ വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിയണം. അവിടെ മണ്ണിൻ്റെ ഘടന മുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വിപണന സാധ്യത വരെയുള്ള എല്ലാ കാര്യങ്ങളും കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ മനസ്സിലാക്കുവാൻ ഉതകുന്ന ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കതിർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ റെഡിയായിരിക്കുന്നത്. ഒരു സമ്പൂർണ്ണ സോഫ്റ്റ്വെയറായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ കർഷക സൗഹൃദമായ ഒരു മൊബൈൽ ആപ്പും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. ഈ സോഫ്റ്റ്വെയർ കൃഷിവകുപ്പിൻ്റെ ഒരു കടലാസ് രഹിത സംവിധാനത്തിലേക്ക് നയിക്കുന്നതോടൊപ്പം കർഷകർക്ക് കൃഷിയിടത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ കൃഷി ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ എത്തിക്കുന്നതിനും കൃഷി ഉദ്യോഗസ്ഥർക്ക് അത് ഈ സംവിധാനത്തിലൂടെ വീക്ഷിക്കുന്നതിനും പരിഹാരമാർഗങ്ങൾ യഥാസമയം നിർദ്ദേശിക്കുവാനും സാധ്യമാകും. ഇതാണ് ചിങ്ങമാസം 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ പൂർണ്ണമാകുന്നതോടെ വിത മുതൽ വിപണനം വരെ കാർഷിക മേഖലയിൽ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെ വിത മുതൽ വിപണനം വരെ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. കാർഷിക സംരംഭങ്ങളെയും കൂട്ടായ്മകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് കൃഷിവകുപ്പിൽ പുതിയ സംവിധാനത്തെക്കുറിച്ച് നേരത്തെ മുതലേ ആലോചിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാപ്കോ, കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്നത് വന്നത്. അങ്ങനെ ഒരു കുടക്കീഴിൽ അതിനെല്ലാം എത്തിക്കാൻ പാകത്തിലൊരു സംവിധാനം ഒരുക്കണമെന്ന് ആലോചിച്ചു. കാപ്കോയുടെ മുൻകൈയിൽ തലസ്ഥാന നഗരിയിൽ തന്നെ ഒരു എക്സ്പോ സെൻറ്റർ, ഒരു അഗ്രി പാർക്ക് ഉണ്ടാവണം എന്ന് ആലോചിച്ചു. ആനേറയിലെ വേൾഡ് മാർക്കറ്റിൻ്റെ കോമ്പൗണ്ടിൽ അത്തരത്തിൽ ഒരു എക്സ്പോ സെൻറ്റർ ആൻഡ് അഗ്രി പാർക്ക് തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ശിലാസ്ഥാപനം ചിങ്ങം 1 രാവിലെ 11:30 നടക്കുകയാണ്. എനർജി എഫിഷ്യൻസി, ന്യൂ ഏജ് മെറ്റീരിയൽസ്,
സർക്കുലേഷൻ സ്പേസ് എന്നീ കാര്യങ്ങൾ അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പണിതീർക്കുന്ന ഈ സമുച്ചയം കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ രൂപകരമായിരിക്കുന്ന കാപ്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലധനം തന്നെയായിരിക്കും. 65,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള എക്സിബിഷൻ സെന്ററിൽ കൺവെൻഷനുകൾ, ട്രേഡ് ഷോകൾ, ബിസിനസ് മീറ്റുകൾ, കോർപ്പറേറ്റ് ഇവന്റുകൾ എന്നിവ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഒരുങ്ങുന്നത്. 365 ദിവസവും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ എക്സിബിഷൻ നടത്തുന്നതിന് അല്ലെങ്കിൽ വിപണനം നടത്തുന്ന സംവിധാനം ഉണ്ടാകും. കർഷകരുടെ ഗ്രൂപ്പുകൾ, കൃഷിക്കൂട്ടങ്ങൾ, ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനികൾ എന്നിവയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ B2B മീറ്റുകളിലൂടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തുമെല്ലാം എത്തിക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ സെന്ററിൻ്റെ ഭാഗമായി, ഈ അഗ്രി പാർക്കിൻ്റെയും ഭാഗമായിട്ട് ഉണ്ടാവും. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഇഷ്ടാനുസൃതമായി സമകാലിക ശൈലിയിൽ ഓരോ ഇവന്റും മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിനുള്ള സംവിധാനം ഇതിന് ഇവിടെ ലഭ്യമായിരിക്കും. കൂടാതെ ഒരു 33,260 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 365 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ആധുനിക സംവിധാനത്തോടുകൂടിയ ഫുഡ് കോർട്ട് അതിനകത്ത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. 1,02,876 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 7 നിലകളിലായി ഓഫീസ് മുറികളും മീറ്റിംഗ് സംവിധാനങ്ങളും കൃഷി വകുപ്പിൻ്റെ അനുബന്ധ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഫീസുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളോടെ കൂടിയിട്ടാണ് അഗ്രി പാർക്ക് ഒരുങ്ങുന്നതെന്നുള്ള പ്രത്യേകതയുണ്ട്. അതിന് നമ്മൾ ചിങ്ങമാസം 1-ാം തീയതി തുടക്കം കുറിക്കുകയാണ്. കാർഷിക മേഖലയ്ക്കൊരു നവചൈതന്യവുമായൊരു